ഞായറാഴ്ചയാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. സഖാവൂടെ പങ്കെടുക്കണം. എനിക്ക് വരാൻ കഴിയില്ല. അവിടെ വന്നാൽ ചിലപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിർബന്ധിക്കുന്നില്ല. പക്ഷേ സഖാവ് ദിനേശൻ്റെ അഭാവത്തിൽ സഖാവ് രാധിക പാർട്ടീൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കണമെന്നാണ് പാർട്ടീൻ്റെ തീരുമാനം. ദിനേശ് ചേട്ടൻ പാർട്ടിയിൽ വഹിച്ചിരുന്ന ചുമതലകൾ എന്നെപ്പോലൊരു പെണ്ണിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദയവായി എന്നെ ഒഴിവാക്കണം. എനിക്കൊരു മോനുണ്ട്. എനിക്കൊരു ജോലിയുള്ളതുകൊണ്ട് ഞാൻ അവനെ എങ്ങനെയും വളർത്തും. ഞാൻ പോട്ടെ. എന്തോ എന്നാ പിന്നെ നീ ആരും കുറെ ആൾ ചെയ്യറാ. നീ എത്ര കാലം ഒന്ന് വെച്ചിട്ടാ ഇവിടെ എങ്ങനെ മുൻകൂർ ജാമ്യത്തിൻ്റെ കാര്യമൊക്കെ വക്കീലിനോട് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നീ ആ ബാലകൃഷ്ണൻ വക്കീലിൻ്റെ അടയ്ക്ക് ബാ, ഞാൻ അവിടെ ഉണ്ടാവും. നീ എന്നെ അക്കരാക്കിയിട്ട് ഓനും കുട്ടിയോടെ ബാ. പോയിട്ട് വരാം. ഇന്നത്തെ ദിവസം പോക്കാം. നന്ദു, ആയിച്ചി എന്നാ ചേച്ചി ഇങ്ങോട്ട് വാ. വക്കീല് പറയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിടികൊടുക്കാൻ. പക്ഷെ മോനെ, നീ ചെയ്തേക്കറ്. ഉപേന്ദ്രേട്ടനെ പോലെ നിന്നെ ലിസ്റ്റ് പെടുത്താനുള്ള പരിപാടിയാണ്. ഞാൻ പറയാണ്ട് തന്നെ എനിക്കറിയാലോ ഒരു പ്രാവശ്യം കേസ് പെട്ടാൽ എന്താ ഉണ്ടാവുകയെന്ന്. എൻ്റെ അമ്മോനും ഉണ്ണിയേട്ടനും കൂടി ഇന്നലെ മാഷ കാണാൻ വന്നിന്. അവർ തമ്മിൽ പറഞ്ഞൊക്കെ ഞാൻ കേട്ട്. ഓന് നാട് വന്നിട്ടുണ്ടല്ല, എന്തെല്ലാം കച്ചറ ഉണ്ടാക്കി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. മുട്ടേന്ന് വിരിഞ്ഞ കാലം തൊട്ട് ഓനെ കാണുന്നതല്ലേ. ഓൻ നമ്മുടെ കൂടെ നടന്ന ചെക്കനല്ലേ. വന്ന് ആ ചെക്കൻ ഇപ്പം നമ്മുടെ ഒപ്പരാന്നോ മാർക്സിസ്റ്റുകാരുടെ ഒപ്പരാന്നോ തിരിയാണ്ടായി പോയിനി. കൂടെ നിർത്തണം. ആനന്ദിനെ പോലത്തെ ചെറുപ്പക്കാരുടെ പഠിപ്പും ആത്മാർത്ഥതയല്ലാന്ന് നമ്മളെ രാഷ്ട്രത്തിന്റെ ഭാവി. ഏതായാലും നന്ദു പോയിട്ട് പോലീസിന് പിടികൊടുക്കട്ടെ. നമ്മുടെ പ്രവർത്തകരും പ്രവർത്തനമല്ല ആവുമ്പോഴത്തേക്കും ഓന് കുറച്ച് മാറ്റം ഉണ്ടാവും. അതിന് ഓനല്ലല്ലോ, ജഗദീശനല്ലേ. ഓ എന്താ ഗോയിന്നേട്ടാ, ഇതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞിരടാ. ആ ജഗനാണ് നിന്റെ കേസിന് ബലം കൂടും. നന്ദു ആകുമ്പോൾ കേസ് തള്ളിപ്പോവും. ഒരു കുഴപ്പം വരില്ല. നന്ദുവിൻ്റെ അച്ഛനോട് ഞാൻ എന്നാ പറയാ, പിന്നെ വാത്സല്യം കൊണ്ട് അന്ധനായി പോറ്. 1970 കങ്കനാടിന്ന് പാക്കും തൂക്കി ഈട വരുമ്പോൾ എനക്കുണ്ടായിരുന്നുള്ള ഒരമ്മ ക്ലായിക്കോട്ടമ്പലത്തിൻ്റെ മുമ്പിൽ ആലിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഞാൻ നിനക്ക് ദണ്ഡ എടുത്ത് തരുമ്പോൾ അന്ന് നിനക്ക് എത്രയോ വയസ്സ്? 5 or 6 ആയിട്ടുണ്ടാവും. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളെ എന്തെല്ലാം കണ്ടു, എന്തെല്ലാം സഹിച്ചു. അങ്ങനെയല്ല അല്ലേപ്പാ നമ്മൾ ഈ നിലയിലെത്തിയത്. കോയന്നിട്ട് പോയിട്ട് ഓനോട് വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറ. ലീഗൽ പോയിന്റ്സ് ഒക്കെ ബാലകൃഷ്ണ വക്കീൽ പറഞ്ഞു കൊടുക്കും. മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ലെങ്കിൽ പുറത്തിറങ്ങാൻ 2-3 മാസം എടുക്കും. അപ്പം പിന്നെ എൻ്റെ ജോലീൻ്റെ കാര്യം എന്താ? ആ എല്ലാം ഗോവിനാട്ടൻ നോക്കിക്കോളും. എന്തായാലും ഗോവിനാട്ടൻ പറയപ്പൊടിച്ചേ. എൻ്റെ കാര്യങ്ങളിൽ ഞാൻ നോക്കിക്കോളാം. ആ തുളച്ചേട്ടാ ഫോണൊന്നും തരുമോ? ഫോണ് ബാലൻസ് കുറവാ. അമ്മു, ഞാൻ അനന്താന്ന്. ഇതാരുടെ നമ്പറാ? എൻ്റെ ഫോൺ ഓണാക്കാൻ കഴിയൂല. പോലീസ് ട്രേസ് ചെയ്യും. 3 മണിക്ക് എനിക്ക് കാവിലേക്ക് വരാൻ പറ്റുമോ? ഞാൻ വരാം. നന്ദു ആയോ? ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യും.
അച്ഛാ, ഞാൻ ലീലേൻ്റെ അവിടെ വരെ പോയിട്ട് വരാം. നീ എങ്ങനെ പോലെ? ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പോ. ആ ആ ഇതിലുണ്ട്. ആധാർ കാർഡ്. ഏട്ടാ, ഇതിൻ്റെ 2 കോപ്പി. അന്നെന്താ നടന്നതെന്നറിയോ? ലീല എന്നോടെല്ലാം പറഞ്ഞു. നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ മൈസൂര് പോവാ. നീ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി. അവിടെ പോയാലും പോലീസ് പിടിക്കൂലേ? ഞാൻ രാധികേച്ചിനോട് സംസാരിച്ചിട്ട് കേസ് എങ്ങനെയാലും പിൻവലിപ്പിക്കാൻ നോക്കും. അത് വേണ്ടാമോ, അത് നടക്കൂല. ഇതിലൊക്കെ വേറെ ഒരുപാട് കളികളുണ്ട്. എന്നെ രക്ഷിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പോലീസ് സഖാവേ നമസ്കാരം. നമസ്കാരം. ദിനേശൻ മർഡർ പ്രതി അന്വേഷിച്ച് വടക്കേക്കാവ് വരെ ഒന്ന് പോയതായിരുന്നു. ഈ കുട്ടിയെ അവിടെ വെച്ചാണ് കണ്ടത്. അന്വേഷണത്തിന് നല്ല പ്രോഗ്രസ് ഉണ്ട്. ഇത് ജസ്റ്റ് മിസ്സായി. പക്ഷെ ഞങ്ങൾ ഉടനെ അവനെ പൊക്കും. ശരി സഖാവേ. വണ്ടി എടുക്കും. ആനന്ദേ, ആനന്ദേ.